ഗുഡ് മോർണിംഗ്. ഇൻവെസ്റ്റേഴ്സ് അരീനയുടെ ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി 50 0.7% ഉയർന്ന് തുടർച്ചയായ രണ്ടാം ദിവസവും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് 7.21% ഇടിഞ്ഞ് 12.29 എത്തിയതോടെ വിപണിയിലെ ഭയം കുറഞ്ഞതും ബുൾസിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചതും സൂചിപ്പിക്കുന്നു. ടെക്നിക്കലായി 24,200, 24,300 റെസിസ്റ്റൻസ് മറികടന്നാൽ നിഫ്റ്റി ഹൈയിലേക്ക് മുന്നേറാൻ സാധ്യതയുണ്ട്. അതേസമയം 24,000 പ്രധാന സപ്പോർട്ടാണ്. ഈ നിലയ്ക്ക് താഴെ പോയാൽ വീണ്ടും കൺസോളിഡേഷൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി 58,000 നിലവാരം നിലനിർത്തിയതും വിപണിക്ക് പോസിറ്റീവ് സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ജപ്പാൻ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ 2027 വാണിജ്യ സർവീസ് ലക്ഷ്യത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ആവശ്യമായ സാങ്കേതികവും സാമ്പത്തികവുമായ സഹകരണം തുടരുമെന്നും ഭാവിയിൽ ഇന്ത്യയിലെ മറ്റ് ഹൈസ്പീഡ് റെയിൽ പദ്ധതികളിലും സഹകരിക്കാൻ താൽപര്യമുണ്ടെന്നും ജപ്പാൻ അറിയിച്ചു. ഇത് ഇന്ത്യ ജപ്പാൻ അടിസ്ഥാന സൗകര്യ സഹകരണത്തിന് വലിയ ഉത്തേജനമായാണ് വിലയിരുത്തുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ജൂലൈ 3 യോഗത്തിൽ ഹാമർ മിസൈലുകൾ, MPATGM ഉൾപ്പെടെ നിരവധി പ്രധാന പ്രതിരോധ വാങ്ങലുകൾക്ക് അംഗീകാരം നൽകാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ ഇന്ത്യൻ സായുധ സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ നിർമ്മാണത്തിനും വലിയ പ്രോത്സാഹനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ജെറ്റ് ഇന്ധനമായ ATFന്റെ വില കുറഞ്ഞതോടെ സർക്കാർ പ്രഖ്യാപിച്ച 10,000 കോടി ATF സബ്സിഡി പദ്ധതി വിമാന കമ്പനികൾ ഒഴിവാക്കി. കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ലഭിക്കുന്ന ഈ പദ്ധതിയിൽ ഇതുവരെ ഒരു എയർലൈൻസും കരാർ ഒപ്പുവെച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. നിലവിലെ വിപണി വില തന്നെ ആകർഷകമായതിനാലാണ് കമ്പനികൾ പദ്ധതിയിൽ ചേരാത്തതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ സ്കൈറൂട്ട് വിക്രം 1 വിക്ഷേപണത്തിന് തയ്യാറായി. ജൂലൈ 12 മുതൽ ഓഗസ്റ്റ് 4 വരെയാണ് വിക്ഷേപണ വിൻഡോ. ഈ ദൗത്യം വിജയിച്ചാൽ ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ മേഖലയ്ക്ക് വലിയ നേട്ടമാവുകയും ഭാവിയിൽ ചെറിയ ഉപഗ്രഹങ്ങളുടെ വാണിജ്യ വിക്ഷേപണത്തിന് പുതിയ വഴി തുറക്കുകയും ചെയ്യും. ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക വെളിപ്പെടുത്തലിൽ ഇന്ത്യ അദ്ദേഹത്തിന്റെ പ്രധാന വിദേശ റിയൽ എസ്റ്റേറ്റ് വിപണികളിൽ ഒന്നായി തുടരുന്നതായി വ്യക്തമാക്കി. ഇന്ത്യയിലെ ട്രംപ് ബ്രാൻഡഡ് റെസിഡൻഷ്യൽ പദ്ധതികളിൽ നിന്ന് ഏകദേശം $8.5 മില്യൺ ലൈസൻസിംഗ് വരുമാനം ലഭിച്ചതായും റിപ്പോർട്ട് പറയുന്നു. അമേരിക്കയിലെ ജോബ് ഡാറ്റ ജൂണിൽ പ്രതീക്ഷിച്ചതിലും മന്ദഗതിയിലായതോടെ US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വീണ്ടും ഉയർത്താനുള്ള സാധ്യത കുറഞ്ഞു. ഇതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. പലിശ വർധന കുറയുമെന്ന പ്രതീക്ഷയാണ് വിപണിക്ക് പിന്തുണയായത്. ഇന്ത്യയും ജപ്പാനും AI, സെമി കണ്ടക്ടർ, ഡാറ്റാ സെന്റർ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. 2030ഓടെ 500 ഇന്ത്യൻ AI വിദഗ്ധരെ ജപ്പാനിലേക്ക് എത്തിക്കാനും ജാപ്പനീസ് കമ്പനികൾ ഇന്ത്യയിൽ AI ഗവേഷണ വികസന നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയായി. ഇത് ഇന്ത്യയുടെ AI ചിപ്പ് നിർമ്മാണ മേഖലകൾക്ക് വലിയ പ്രോത്സാഹനമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 18 പൈസ ഇടിഞ്ഞ് 95.34 ക്ലോസ് ചെയ്തു. ഡോളറിന്റെ ശക്തിയും ആഗോള വിപണിയിലെ ചലനങ്ങളുമാണ് രൂപയ്ക്ക് സമ്മർദ്ദമുണ്ടാക്കിയത്. ദിവസത്തിനിടെ രൂപ 94.90 മുതൽ 95.40 വരെയുള്ള നിരക്കിലാണ് വ്യാപാരം നടത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിലെ കാലാവസ്ഥാ വകുപ്പിന്റെ മൺസൂൺ പ്രവചനങ്ങളുടെ കൃത്യത ഗണ്യമായി മെച്ചപ്പെട്ടതായി റിപ്പോർട്ട്. ചില വർഷങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യയും മെച്ചപ്പെട്ട മോഡലുകളും ഉപയോഗിച്ചതോടെ പ്രവചനങ്ങൾ കൂടുതൽ വിശ്വസനീയമായതായി വിലയിരുത്തപ്പെടുന്നു. മൈക്രോസോഫ്റ്റ് $2.5 ബില്യൺ നിക്ഷേപത്തോടെ മൈക്രോസോഫ്റ്റ് ഫ്രണ്ടിയർ കമ്പനി എന്ന പുതിയ സ്ഥാപനം ആരംഭിച്ചു. കമ്പനികൾക്ക് അവരുടെ ബിസിനസിന് അനുയോജ്യമായ AI ടൂളുകൾ തിരഞ്ഞെടുക്കാനും സ്വന്തം ഡാറ്റയുമായി സുരക്ഷിതമായി സംയോജിപ്പിക്കാനും ഇത് സഹായിക്കും. ഏറ്റവും പ്രധാനമായി ഈ AI സൊല്യൂഷനിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങളുടെയും മോഡലുകളുടെയും ഉടമസ്ഥാവകാശം ഉപഭോക്തൃ കമ്പനിക്കായിരിക്കും. അത് മൈക്രോസോഫ്റ്റിലേക്ക് തിരികെ പോകില്ല. പാർലേജിയുടെ നിർമ്മാതാക്കളായ പാർലെ പ്രൊഡക്ട്സ് $1 ബില്യൺ സമാഹരിക്കാവുന്ന IPO ആലോചിക്കുന്നതായി റിപ്പോർട്ട്. കമ്പനിയുടെ മൂല്യം $10 ബില്യൺ വിലയിരുത്തപ്പെടുന്നു. ഇതിനായി ഉപദേഷ്ടാക്കളെ തിരഞ്ഞെടുക്കുന്നതായും റിപ്പോർട്ടുണ്ട്. കമ്പനി ഇതുവരെ IPO ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ടാറ്റ മോട്ടോഴ്സും M&Mഉം ഇന്ത്യയിലെ മാസ് മാർക്കറ്റ് ഇലക്ട്രിക് കാർ വിപണിയിൽ ആധിപത്യം തുടരുകയാണ്. നേരത്തെ തന്നെ EV രംഗത്ത് നടത്തിയ നിക്ഷേപം, വേഗത്തിലുള്ള പുതിയ മോഡൽ ലോഞ്ചുകൾ, കൺസ്യൂമർ കേന്ദ്രീകൃത തന്ത്രങ്ങൾ എന്നിവയാണ് ഈ മുന്നേറ്റത്തിന് കാരണം. നിലവിൽ ഇന്ത്യയിലെ മാസ് EV രജിസ്ട്രേഷനുകളിൽ 63% വിഹിതം ഈ രണ്ട് ഇന്ത്യൻ കമ്പനികൾക്കാണ്. ഹുണ്ടായി പുതിയ ബാറ്ററി ആസ് എ സർവീസ് അതായത് ബാസ് മോഡൽ അവതരിപ്പിച്ചതോടെ ക്രെറ്റ ഇലക്ട്രിക്കിന്റെ പ്രാരംഭ വില 10.99 ലക്ഷമായി കുറഞ്ഞു. ഈ മോഡലിൽ വാഹനം പ്രത്യേകം വാങ്ങുകയും ബാറ്ററിയുടെ തുക പ്രത്യേക EMI അഥവാ സബ്സ്ക്രിപ്ഷൻ രീതിയിൽ അടയ്ക്കുകയും ചെയ്യാം. ഇതിലൂടെ EV വാങ്ങാനുള്ള ആദ്യ ചെലവ് ഗണ്യമായി കുറയുമെന്ന് കമ്പനി അറിയിച്ചു. ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് AWL അഗ്രി ബിസിനസിൽ കൂടി 1% ഓഹരി ഏകദേശം 234 കോടി ചെലവിൽ വാങ്ങി. ഇതോടെ കമ്പനിയിലെ ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ടിന്റെ ഓഹരി വിഹിതം കൂടുതൽ ഉയർന്നു. അഡാനി എന്റർപ്രൈസസിന്റെ QIP ഇന്ന് ആരംഭിച്ചു. ഒരു ഓഹരിയുടെ ഫ്ലോർ പ്രൈസ് 3034.68 നിശ്ചയിച്ചു.
ജൂലൈ 2-ന് ഓഹരി 3165-ലാണ് ക്ലോസ് ചെയ്തത്. ഈ QIP വഴി സ്ഥാപന നിക്ഷേപകരിൽ നിന്ന് കമ്പനി പുതിയ മൂലധനം സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. CG സെമി ഗുജറാത്തിലെ സാനന്ദ് പ്ലാന്റിൽ നിന്ന് ചിപ്പ് കയറ്റുമതി ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ഈ പ്ലാന്റിന്റെ വാണിജ്യ ഉൽപാദനം ഒഫീഷ്യലായി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്ന പ്രധാന നീക്കമാണിത്. IBM ഇന്ത്യയിലെ ആദ്യകാല ക്വാണ്ടം കമ്പ്യൂട്ടറുകളിലൊന്ന് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ സെപ്റ്റംബറോടെ സ്ഥാപിക്കും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്ത് ഇന്ത്യക്ക് വലിയ മുന്നേറ്റമാകുന്ന ഈ പദ്ധതി ഗവേഷണം, AI, ശാസ്ത്ര സാങ്കേതിക വികസനം എന്നിവയ്ക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ DIS ഇന്ത്യൻ ഓഹരി വിപണിയിൽ 1784 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയപ്പോൾ FIS ചെറിയ തോതിൽ വിറ്റ് നെറ്റ് സെല്ലർമാരായി തുടർന്നു. 2026-ൽ ഇതുവരെ FIS 3.47 ലക്ഷം കോടി പിൻവലിച്ചപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 4.73 ലക്ഷം കോടി നിക്ഷേപിച്ചു. നാളത്തെ ഇന്ത്യൻ ഓഹരി വിപണിയുടെ സെന്റിമെന്റ്സ് പോസിറ്റീവ് മുതൽ നേരിയ ബുള്ളിഷ് വരെ തുടരാനാണ് സാധ്യത. നിഫ്റ്റി തുടർച്ചയായി 2-ാം ദിവസവും നേട്ടത്തിൽ ക്ലോസ് ചെയ്തതും RSI, MACD പോലുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകൾ ബുള്ളിഷ് മൊമെന്റ് ശക്തിപ്പെടുത്തുന്നതും അനുകൂലമാണ്. ശ്രദ്ധിക്കുക, ഞാനിവിടെ അവതരിപ്പിക്കുന്ന വാർത്തകൾ ഒരിക്കലും റിസർച്ച് റെക്കമെൻഡേഷൻ അല്ല, സ്റ്റഡി പർപ്പസിനും ഇൻഫർമേഷൻ ബേസിസുമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും റിസ്ക് ഇൻബിൽറ്റ് ആണ്. ആയതുകൊണ്ട് വിദഗ്ധ ഉപദേശം തേടി മാത്രം ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുക. വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്